ഫിൻലൻഡിലെ പാർലമെന്റ് അംഗമായ പേവി രാസനൻ യൂറോപ്പിൽ വർദ്ധിച്ചുവരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യ നിയന്ത്രണങ്ങളെക്കുറിച്ച് അമേരിക്കൻ കോൺഗ്രസിൽ സാക്ഷ്യപ്പെടുത്താൻ ഒരുങ്ങുന്നു. 2019-ൽ ഒരു LGBT പരിപാടിയെ സഭ പിന്തുണയ്ക്കുന്നതിനെ ചോദ്യം ചെയ്ത് ബൈബിൾ വചനങ്ങൾ റോമർ അധ്യായം 1 വാക്യം 24 മുതൽ 27 വരെ ഉൾപ്പെടുത്തി ട്വീറ്റ് ചെയ്തതിനാണ് ഇവർക്കെതിരെ കേസെടുത്തത്. ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ വിദ്വേഷം പടർത്താൻ ശ്രമിച്ചു എന്നതാണ് കുറ്റം. വാഷിംഗ്ടണിലെ ഹൗസ് ജുഡീഷ്യറി കമ്മിറ്റിക്ക് മുമ്പാകെ യൂറോപ്പിലെ അഭിപ്രായ സ്വാതന്ത്ര്യ ഭീഷണി എന്ന വിഷയത്തിൽ ഇവർ സംസാരിക്കും. യൂറോപ്പിലെ നിയമങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യപരമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നത് എന്ന് ഇവർ വിശദീകരിക്കും. നേരത്തെ 2 കോടതികൾ ഇവരെ കുറ്റവിമുക്തിയാക്കിയിരുന്നുവെങ്കിലും പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിച്ചു. നിലവിൽ സുപ്രീം കോടതിയുടെ വിധി കാത്തിരിക്കുകയാണിവർ. തന്റെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായാണ് സംസാരിച്ചതെന്നും ബൈബിൾ വചനങ്ങൾ ഉദ്ധരിക്കുന്നത് കുറ്റകരമല്ലെന്നുമാണ് പേവി രാസനന്റെ നിലപാട്. ഈ കേസിൽ താൻ പരാജയപ്പെട്ടാൽ അത് യൂറോപ്പിലെ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങളുടെ തുടക്കമാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ മതപരമായ വിശ്വാസങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള ആഗോള ചർച്ചയുടെ പ്രധാന കേന്ദ്രമായി ഈ കേസ് മാറിയിരിക്കുകയാണ്.